ഹലോ, ഇന്നത്തെ വീഡിയോ ഫെബ്രുവരിയിലെ മന്ത്ലി പ്ലാനറാണ്. ഈ മാസത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എടുത്തപ്പോൾ തന്നെ, അതായത് ഇത് എഴുതിയപ്പോൾ തന്നെ അത് വീഡിയോ ആയിട്ട് ഓരോ സ്റ്റെപ്സും ചെയ്യുന്നത് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് അതെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ മാസത്തെ തീമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരുന്ന മന്ത് ആയതുകൊണ്ട് തന്നെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ തീം ആണ് കൊടുത്തിട്ടുള്ളത്. റെഡ് ഹാർട്ടാണ് ഫസ്റ്റ് പേജിൽ, അതായത് കവർ പേജിൽ കൊടുത്തിട്ടുള്ളത്, മന്തിൻ്റെ കവർ പേജിൽ. ഈ കവർ പേജ് ഐഡിയ ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒന്നുമല്ല, പിൻട്രസ്റ്റിൽ കണ്ട ഒരു ഐഡിയ അതേപോലെ ഫോളോ ചെയ്തിരിക്കുന്നതാണ്. ആ ഹാർട്ടിന് ചുറ്റും കുറച്ച് ഗ്രീൻ ലീവ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെ ഫെബ്രുവരി എന്ന് എഴുതിയിട്ടുണ്ട്. ചെറിയൊരു മന്ത്ലി കലണ്ടറും കൊടുത്തിട്ടുണ്ട്. ആ ഹാർട്ട് ഷേപ്പിൽ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അതിന് റെഡ് കളർ കൊടുക്കാതെ പല പല കളർ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റോസിൻ്റെയും പേർപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും ഒക്കെ ഒരു ടിൻറ്റ് വരുന്ന രീതിയിൽ പല ഷെയ്ഡ്സിലാണ് ചെറിയ കോളത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പേജിൽ അത് ഡിസൈൻ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കട്ടിങ് കൊടുത്തപ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് പേജിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് പേജിൽ കൊടുത്തിട്ടുള്ളത് ഗോൾസ് ആണ്. ഗോൾസ് സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ഞാൻ 4 മെയിൻ ഗോൾസ് മാത്രം എഴുതാനുള്ള ഒരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഈ മാസം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന 4 ഗോൾസ്. ഒന്ന്, ഐ വിൽ അച്ചീവ് എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണോ ഈ മാസം എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എഴുതാനായിട്ട്. പിന്നെ ഐ വോണ്ട് ടു വർക്ക് ഓൺ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഈ മാസം വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുത്ത് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാസ്ക് എഴുതാനുള്ള ഒരു സ്പേസ്. പിന്നെയുള്ളത് ഐ വിൽ ഫോക്കസ് ഓൺ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഞാൻ ഈ മാസം ഫോക്കസ് ചെയ്യുന്നത്, ഹാപ്പിനെസ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇമോഷൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ്, ഒരു പെർട്ടിക്കുലർ വേർഡ് എടുത്തിട്ട് ആ വേർഡ്, അതായത് ഇപ്പോൾ നമ്മൾ കോൺഫിഡൻസോ സെൽഫ് കോൺഫിഡൻസോ സെൽഫ് ഹെൽപ്പോ സെൽഫ് അക്സെപ്റ്റൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും വാക്കുകൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ മാസം ഫോക്കസ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ മാസം ചെയ്യും എന്നുള്ള രീതിയിൽ എഴുതി വയ്ക്കാനുള്ള ഒരു സ്പേസ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് എ ഹാബിറ്റ് ടു കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഹാബിറ്റ് കട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ പേജിൽ അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങളും ഡിസൈൻസും ഒന്നുമില്ല. അത് കൊടുക്കാതിരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആ ഒരു സെക്കൻഡ് പേജിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ സൈഡിൽ, റൈറ്റ് സൈഡിൽ കുറച്ചധികം സ്പേസ് ബ്ലാങ്ക് ആയിട്ട് വൈറ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഡിസൈൻസ് ഒന്നും ചെയ്യാതിരുന്നത് സെക്കൻഡ് പേജിലേക്ക് വരുമ്പോൾ ആ ഒരു സസ്പെൻസ് എലമെൻറ്റ് അവിടെ പോകാതെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ മന്ത് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് കലണ്ടർ കൊടുത്തിട്ടുണ്ട്. കലണ്ടറിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പേസേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവൻറ്റ്സ് എഴുതാനായിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ ഇവൻറ്റ്സ് ഈ മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വയ്ക്കാനുള്ളൊരു സ്പേസും നോട്ട്സ് എഴുതാനുള്ള ചെറിയ ഒരു 4 വരികളുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള ഹാർട്ടുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ളൊരു ഹാർട്ടും അതിൻ്റെ കൂടെ കുറച്ച് ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. പേസ്റ്റൽ ബ്രഷ് പെൻസും ജെൽ പെൻസും ഒക്കെ തന്നെയാണ് ഈ പേജും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജിൽ എഴുതിയിട്ടുള്ളത് ഹാബിറ്റ് ട്രാക്കർ ആൻഡ് മൂഡ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കറിൽ 4 ഹാബിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വർക്കൗട്ട്, റീഡിങ്, ജേർണലിങ്, 1 hour നോ ഫോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഹാബിറ്റ്സിലേക്കാണ് ഈ മന്തിൽ ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഹാർട്ട് മാത്രം. ഇനി നെക്സ്റ്റ് പേജിൽ മൂഡ് ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് മൂഡ് ട്രാക്കർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4 മൂഡ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് ആ ഹാർട്ടിൻ്റെ ഷേപ്പ് നമുക്ക് കളർ ചെയ്ത് വെക്കാവുന്നതാണ്. ജസ്റ്റ് നടുക്കായിട്ട് ഫെബ്രുവരി എന്ന് കൊടുത്തിട്ടുണ്ട്, മൂഡ് ട്രാക്കറിന് എഴുതിയിരിക്കുന്നു. വേറൊന്നും ആ പേജിൽ നമ്മൾ ഡിസൈനായിട്ട് കൊടുത്തിട്ടില്ല. എന്നാലും ആ പേജ് കുറച്ച് ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. നെക്സ്റ്റ് ലാസ്റ്റ് പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എക്സ്പെൻസ് ട്രാക്കറും ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റുമാണ്. എക്സ്പെൻസ് ട്രാക്കറിലേക്ക് വരുമ്പോൾ ഈ മാസം 28 ദിവസമാണുള്ളത്. അപ്പോൾ ആ 28 ദിവസത്തെയും ഓരോ ദിവസവും എത്ര ചിലവായി എന്നുള്ള രീതിയിൽ അത് മാത്രം എഴുതി വയ്ക്കാൻ പറ്റുന്നൊരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനമായിട്ട് നമുക്ക് ആ മന്തിൽ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നും അതുപോലെ തന്നെ ഇൻകം എത്രയാണെന്നൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഏറ്റവും അവസാനത്തെ പേജിലായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ മാസം എനിക്ക് ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എഴുതി വയ്ക്കാനുള്ള ഒരു ചെറിയ സ്പേസ്. പിന്നെ ഈ ഒരു പേജിലും അവസാനമായിട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പും
കുറച്ച് ലീവ്സും കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഫെബ്രുവരിയിലെ മന്ത്ലി സ്പ്രെഡ്. ഒരുപാട് കളേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. മിനിമം കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഹാർഡായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും കുറച്ച് ചെയ്ത് വന്നപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മന്ത്ലി സ്പ്രെഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒരു ഐഡിയ കിട്ടാനായിട്ട് നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.